ഹായ് ആസ് ഗലിബ്രോ നോട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 10th വീക്ക് വിഷനിലേക്കുള്ള വാശിയേറിയ വോട്ടിംഗ് പോരാട്ടത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. നമ്മൾ ഇന്ന് രാത്രി 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇന്ന് രാത്രിയോടെ വോട്ടിംഗ് സ്ലോട്ട് ക്ലോസ് ആവും. എന്തായാലും നമ്മുടെ മുമ്പിലുള്ളത് 8 മത്സരാർത്ഥികളാണ്. 8 മത്സരാർത്ഥികളിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി സേവ് ആവത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഇതൊരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണെന്ന് കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. മണിക്കൂറിൽ കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുകൾക്കായും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായും നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം നിങ്ങൾ ആരെയാണ് പുറത്താക്കാൻ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥി എന്ന് കൂടെ വീഡിയോ ഇടയിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇന്ന് 7 മണി വരെയുള്ള വോട്ടിംഗ് ലിസ്റ്റിൽ 1ാം പൊസിഷൻ അനീഷ് തന്നെയാണ് തുടരുന്നത്. അനീഷിന്റെ പ്രേക്ഷക പിന്തുണ അതേ രീതിയിൽ തന്നെ വോട്ടാക്കി മാറ്റാൻ അനീഷിന് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. 68,705 വോട്ട് നേടിയാണ് 1ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 2ാം പൊസിഷനിൽ അനുമോളാണുള്ളത്. അനുമോൾ ഇത്തവണ കപ്പടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മത്സരാർത്ഥികൾക്ക് മുമ്പിലാണ് അനീഷ് കയറി വന്നിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടെ അനീഷുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ഇപ്പോൾ അനുമോൾ. 58,504 എന്ന കൂറ്റൻ വോട്ട് നേടി അനീഷിന്റെ തൊട്ടു പിന്നാലെ 2ാം പൊസിഷൻ നിലനിർത്തിയിട്ടുണ്ട്. 3ാം പൊസിഷനിൽ ഷാനവാസാണ് തുടരുന്നത്. ഷാനവാസിന് യാതൊരു മാറ്റമില്ലാണ്ട് തുടരുകയാണ്. കാര്യമായ ഒരു വോട്ടിംഗ് മുന്നേറ്റം ഇതുവരെയ്ക്ക് കണ്ടിരുന്നില്ല. എന്നിരുന്നാൽ കൂടെ സുരക്ഷിതമായി തന്നെ 3ാം പൊസിഷനിൽ തുടരുകയാണ്. 41,115 വോട്ടാണ് നേടിയിരിക്കുന്നത്. 4ാം പൊസിഷനിൽ അക്ബർ ഖാനാണ് തുടരുന്നത്. അക്ബർ ഖാൻ വോട്ടിങ്ങിൽ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടില്ലെങ്കിൽ കൂടെ 4ാം പൊസിഷനിൽ സേഫായി എന്ന് ഉറപ്പിച്ച് പറയുന്ന രീതിയിൽ 40,654 വോട്ടോട് കൂടി 4ാം പൊസിഷനാണുള്ളത്. 5ാം പൊസിഷനിലേക്ക് വേദലക്ഷ്മി കയറി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പിന്നിലേക്ക് പോയിട്ടില്ല. 35,647 വോട്ട് നേടി നെവിനെ അട്ടിമറിച്ചുകൊണ്ട് തൻ്റെ 5ാം പൊസിഷൻ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് വേദലക്ഷ്മി. 6ാം പൊസിഷനിൽ നെവിനാണ് തുടർന്ന്. നെവിൻ ഒന്ന് പതറി ഒന്ന് പിന്നിലേക്ക് പോയിരിക്കുകയാണ്. ഒരു മണിക്കൂറിലെ വോട്ടിംഗ് നെവിന് വളരെ നിർണായകമാണ്. ഇല്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള വഴി തന്നെ ഒരുക്കും. അത് 35,264 വോട്ട് നേടി 6ാം പൊസിഷനാണുള്ളത്. 7ാം പൊസിഷനിൽ ഡേഞ്ചറായിട്ട് സാബുമാൻ തുടരുകയാണ്. സാബുമാൻ ഇത്തവണ ഡേഞ്ചർ സോണിൽ തന്നെയാണ് തുടരുന്നത്. 7ാം പൊസിഷനാണുള്ളത്. 35,121 വോട്ട് നേടി നെവിനുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. 8ാം പൊസിഷനിൽ ബിന്നിയാണ്. ഇത്തവണ പുറത്തു പോകുന്ന മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് ബിന്നി. 32,144 വോട്ടാണ് ബിന്നി കരസ്ഥമാക്കിയിരിക്കുന്നത്. മണിക്കൂറുകളിലെ വോട്ടിംഗ് വളരെ രീതിയിൽ സ്വാധീനം ചെലുത്തില്ലെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.